ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ തോല് പെട്ടെന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ചുമന്നുള്ളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കറികൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് ഏത് തോരനിക്കാണേലും ഇറച്ചിക്കറിക്കാണേലും ഏത് കറിക്കും മീൻ കറിക്കാണേലും ഒക്കെ നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് ജോലി എളുപ്പമാകും. അപ്പോൾ അതിൻ്റെ തലയും ആ ഭാഗം ആ ചെവിട് ഭാഗം ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം എന്ന് വെച്ചാൽ കൈ തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം, തിളച്ച വെള്ളം ആയിരിക്കരുത്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. ഇതെല്ലാം സാധാ നമ്മളെ നോർമൽ വാട്ടർ ആണെങ്കിലും അതിനകത്താണെങ്കിലും ഇട്ട് വയ്ക്കാം. അതാകുമ്പോഴത്തേന് കുറച്ച് നേരം ഇട്ട് വയ്ക്കണം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടുവെള്ളം ആകുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഞെവടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെയും തലഭാഗവും വാല് ഭാഗവും ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊന്നും കളയുകയും വേണ്ട, ചെടിക്കകത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു വളമാണ് ഉള്ളിത്തൊലിയും വെളുത്തുള്ളി തൊലിയൊക്കെ അതിൻ്റെ ഈ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു വളവും കൂടെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ദാണ്ടെ ചെറിയ ചൂടുണ്ട്. അപ്പം അതൊന്ന് മാറിയതിന് ശേഷം ഒന്ന് ഞെവടിയെടുക്കാം. ഞെവടിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തോലൊക്കെ പോകുന്നുണ്ടോ. വളരെ എളുപ്പമാണ് ഈ വീഡിയോ. നമുക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. കാരണം രാവിലെ ഉള്ളി ഉലിച്ചൊന്നും സമയം കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്ത് നമുക്കൊരു ടിന്നകത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. ചീത്തയായി പോകത്തതുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓരോന്ന് ഒലിച്ച് കാണിക്കുകയാണ്. ഇതെല്ലാം എങ്കിൽ നമുക്ക് ഒരു കൊട്ടയ്ക്കകത്തോട്ട് അരിപ്പക്കൊട്ട ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാണ്ട് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ജോലി വളരെ എളുപ്പമാകും. എന്നിട്ട് നമുക്ക് 2-3 വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഞെവടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടിന്നകത്തോട്ടാക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ എല്ലാം താണ്ടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.